മുറുതല്ലോടാ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ പിടിച്ചോളാം. വടിക്കും. ഒന്ന് അനങ്ങാതിരുന്ന് കൊടുക്കന്റെ സിഎം. അല്ല പിന്നെ സിഎം. ഇതേതാ? ഇലക്ട്രോണിക് സിറ്റി MOU ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഓ, ദുബായ്ക്കാരുടെ സർ. ചെറുക്കനാ അതിന്റെ ഡീലിങ്സ് ഒക്കെ അവൻ വായിക്കണം. എടേ, എന്നാലും അവനോനായിട്ടൊന്ന് വായിച്ചു നോക്കത്തില്ല. ചുമ്മാ തല പത്രക്കാരുമായിരുന്നു, ഫയൽ പഠിക്കത്തില്ല. എടി പോകാതെ. എടാ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഞാൻ പപ്പയോട് ആരാടാ? ഒരു അരമണിക്കൂർ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. സഹദേവാ, എടാ ഒന്ന് പോടോ. സേതു ഇങ്ങോട്ട് വരുന്നു. കടത്തിവിടണ്ടെന്ന് പറയട്ടെ. അവൻ വരും. ലാൽ സലാം. എന്താടാ എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലുണ്ടല്ലോ, ഒരു കൊട്ട. രണ്ടുപേർക്കും എന്താടാ പ്രശ്നം? നീ ഇവനും തമ്മില്? ഇവനും ഞാനും തമ്മിലല്ല, ഞാനും അങ്കിളും തമ്മിൽ, സേതുവും സ്റ്റേറ്റ് ഭരിക്കുന്ന ആളും തമ്മിൽ. ഓഹോ, എന്ന് വെച്ചാ എന്താ ഇപ്പൊ നിന്റെ ഉദ്ദേശം? എന്ന് വെച്ചാൽ അങ്കിൾ, പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണൻ നായരുടെ ബെൻസിൽ ഇവനെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പൊ എന്റെ മുഖം കാണുമ്പോ പഴയ സഖാവ് CP MLA ഒരു പദ്യം പാടാറുണ്ട്. പാഠസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ. അത് തന്നെയാണ് സാർ ആഗമനോദ്ദേശം. എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം. അണമുറിഞ്ഞു പോകാതിരിക്കാൻ, ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ? കമ്പിളിക്കണ്ടം ചോദ. അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തി നിപ്പോണ്ടിപ്പോ, കാരുണ്യദീപം വരെ. ഇവൻ പറഞ്ഞില്ലേ, ഐ വാണ്ട് ഇറ്റ് സ്റ്റോൾഡ്, ഐ വാണ്ട് നരി ബി ഡ്രോൺ ഫ്രം ദ സീ. ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു. പറഞ്ഞു, പക്ഷെ പറ്റില്ലെങ്കിലോ? അങ്ങനെ ഒറ്റ വാക്കിലൊരു മറുപടി പറയല്ലേ CM. ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും ഒരു തവണ പോലും നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പടി ചവിട്ടിയിട്ടില്ല സേതു. ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പുതുക്കിയിട്ടില്ല, ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേതു ഇതുവരെ. നീ എന്താടാ പഴയ കണക്ക് പറഞ്ഞെന്ന് പേടിപ്പിക്കാമെന്നതാ? അതെ, പേടിപ്പിക്കാൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. സേതു അത് വേണ്ട, പുറത്ത് പോലീസുണ്ട്, ഒന്ന് ഞൊടിച്ചാൽ മതിയാ. ഞാൻ കാണണോ? എത്ര കാലമായടാ പോലീസ് കാവലുണ്ടായിട്ട് നിനക്ക് നിന്റെ സ്വന്തക്കും? ഇനി ഏറിയാൽ എത്ര കാലം, എത്ര മാസം? ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കണക്കുകൾ. പാർട്ടി പിടിക്കാൻ, സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ, ഗ്രൂപ്പുകാർക്ക് വായിക്കരിടാൻ, പത്രങ്ങളിലെയും ചാനലുകളിലെയും പാദസേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ, സമ്മാനിക്കാൻ, സാഹിബിന്റെ കോളേജിലെ നിന്റെ ക്യാപിറ്റേഷൻ ഫീ, മകൾക്ക് മണിപ്പാലി പാറ്റ്, അങ്ങനെ പത്തിനും പലതിനും പാടിനും. അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ചപാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും ഇല്ലാതെ വാരി പൊലിച്ചിട്ടുണ്ട് സേതു. കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട്, അല്ലേ? പഴയ കണക്കുകൾ മറക്കാം, പക്ഷേ പുതിയൊരു കണക്കുണ്ട്. ഇതില് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാൻ. എന്തടാ? പുറത്ത് പോലീസുണ്ട്, വിളിപ്പിക്കണോ? മുഖ്യമന്ത്രി ബ്ലാക്ക്മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ. പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തടുത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര. സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീ ആയിരിക്കും വൈകിട്ട്. റിയാലിറ്റി ഷോ. അണ മുറിഞ്ഞു പോയാല്, സേതു ഒലിച്ചു പോയാല് ഒപ്പം ദാ ഇവനും ഉണ്ടാവും, ഒറ്റ പുത്രൻ. സോ ബി വൈസ്, യൂസ് യുവർ ക്ലൗഡ്, വിഡ്രോ നരി. എന്നെ രക്ഷപ്പെടുത്താൻ, ഇവനെ രക്ഷപ്പെടുത്താൻ. സേതുബന്ധനം. ലാൽ സലാം. വിളിക്കു ഷിഹാബിനെ.
എപ്പോ വരും? അച്ഛൻ ഇപ്പൊ വരും. അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ. അമ്മ വിളിച്ചോളാം. ദാ വന്നല്ലോ. അമ്മ വാതിൽ തുറക്കട്ടെ. Hey, come on! പ്രഭേ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്ന് കാണാൻ. നോ, ഒരു 2 മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നാലേ ഷോക്കിൽ നിന്ന് പുറത്തു വരൂ. ഇപ്പൊ നിന്നെ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും. എവിടെ ഷിഹാബ്? പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ആ, നരി നിർബന്ധമായിട്ട് പറഞ്ഞേച്ചു. ആഹാ. നരി, ഒറ്റ മിനിറ്റ്. എടാ, താഴെ പണം കെട്ടിട്ടില്ലല്ലോ ഇതുവരെ. അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക്. ഡോക്ടർ, അത് ഞാൻ താഴെ അവർ പെട്ടെന്നൊരു എമൗണ്ട് പറഞ്ഞപ്പോ. എന്താടാ, ഞാനൊന്ന് വിളിച്ചു പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ? വേണ്ട ഡോക്ടർ, പ്ലീസ്. 10 മണിവരെ സമയമായി തന്നാൽ ഞാൻ കൊണ്ട് നടത്തോളാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓക്കേടാ. ഇവിടെ 50,000 ചെക്ക് ചെയ്യാൻ കൊടുത്തു വിട്ടോളാം. നീ ഫോൺ വെക്കേ, ഞാൻ വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഷീസ് ഓക്കെ. ഓ ഡാ, താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട്, മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി. നരിയേട്ടാ, ഇപ്പൊ നീ എതിർത്തൊന്നും പറയല്ലടാ. എടാ നീ പ്ലീസ്. നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല, ചത്തുപോയതിന്റെ അപ്പനാണ് സത്യം. നീ വിലക്കരുത്, ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. നരി ഡാ. സാർ, തോമസ് ആന്നി. സാർ, ഷിഹാബുദ്ദീൻ സാർ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിലെത്താൻ സിഗം വിളിപ്പിക്കുന്നു. അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും? സാർ ഉണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യത വന്നാലേ ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അല്ലേടോ സാർ? ആ, ചെക്കൻ എങ്ങനെയുണ്ട്? സാർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. അപ്പൊ പിന്നെ നമുക്കിതൊക്കെ നിർത്തിക്കളയാം. ഈ അന്വേഷണം എന്താ? അല്ല സാർ, ഇത്ര പെട്ടെന്ന്? ഇവനതെന്താണോ ഷിഹാബെ, ഭസ്മാസുരന്റെ ജന്മമോ? അല്ല, ഇവൻ ചെന്ന് തൊട്ടപാതി തൊടാത്തപാതി ഇതിപ്പോ എത്ര പേരാണോ ചത്തത്? 8 അതോ 10? എത്രയായാലും ഇത്രയും വരെ മതി. ഷിഹാബെ, സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട്. പാർട്ടിക്കകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില്. സാർ, ഇത് ഇത്രയ്ക്കങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാ എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പുഴന്മാർ ചെയ്യാറില്ലേ? കൊച്ചിന് ദിനമാണോ, അച്ഛയ്ക്ക് പരവേശമാണോ, താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്ക്, നമുക്ക് പാസ്സാക്കിക്കാം. എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റിത്തരാം. അല്ല സാർ, 10 മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്.
ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം. പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും. എലി പുലിയായി, പുലി പൂച്ചയായി, അങ്ങനെ വല്ല വിട്ടിത്തോ കൂടി വിളപ്പിയേക്കാം പത്രക്കാരോട്. എന്താണോ, പറ്റുമോ? സാർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട. അച്ഛൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താടോ നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. യു ഐ സെഡ് പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. സർ, സർ, സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. ആൻഡ് ഐ ലിസൺ നോട്ട് ടു ഹിം, ജസ്റ്റ് യു. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി. അതാ നിനക്ക് നല്ലത്. സർ പറ്റില്ല. കൊട്ടിഘോഷിച്ച് ഓരോ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സഹമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു, അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട്. കമ്പളികണ്ഠൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറംകടലിൽ നങ്കൂരമിട്ട കോടാബ്രദേഴ്സിന്റെ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു, വിത്ത് സേതുമാധവൻ, ദ മോസ്റ്റ് നൊട്ടോറിയസ്, ദ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ഡ്രഗ് ഏജന്റ് ഓഫ് ദ സ്റ്റേറ്റ്. കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു. കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹഷപ്പ് ചെയ്തു, ഫയല് മുക്കി. ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെയിനിങ്ങിന് സൂക്ഷിച്ചു. ആൻഡ് ഐ ഹാവ് വിത്ത് മീ എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്. എന്താ സാർ, സത്യമല്ലേ? പറ്റുമോ അങ്ങേക്ക് നിഷേധിക്കാൻ? പോലീസിനെ പിടിച്ച് പുറത്താക്കാൻ പറയും. പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ? ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചുകൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ, ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സാർ. നിർത്തിവെക്കാം അന്വേഷണം. കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ, ഡിസ്മിസൽ, തൊപ്പിതെറിപ്പിക്കൽ, എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ. യു ആർ വെൽക്കം. പക്ഷെ അതിനു മുമ്പ് കൺമുന്നിൽ നിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ. എന്നിട്ട് കമ്പളികണ്ഠൻ ജോസ് വധക്കേസിലെ സസ്പെക്ട്സ് ഐ ജി ബാലു, അപ്പിച്ചായി, സുഭദ്ര, സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപ്പുത്രന്. ഫോർട്ട് കൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ, അല്ലേ? ക്ഷമിച്ച് നിൽക്കാതെ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ ഈ ആൻസർ? എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലൊരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും സത്യവും എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആസ് എ സിറ്റിസൺ, ആസ് എ വോട്ടർ ആൻഡ് ആസ് എ കോംറേഡ് ബൈ സോൾ ഒന്ന് മാത്രം പറഞ്ഞിട്ട്, ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ്സുയർത്തിയെന്ന് തുഗ്ലക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിഡ്ഢിസ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് CP, അല്ലേ സർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോ, അവസാനത്തെ ഇൻകിലാബും മുഴങ്ങി കഴിയുമ്പോ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനഗഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. എടോ നരി, തെറ്റുപറ്റിയ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട, അന്വേഷണം തുടരാം. സർ,
പൊയ്ക്കോ. ഗോ അഹെഡ്. സർ. എടോ, പുള്ളി. സർ. ലാൽ സലാം. ലാൽ സലാം.